ബി.ജെ.പി. നേതാക്കൾ നടത്തിയത് രാജ്യദ്രോഹ കുറ്റമെന്ന് തിരൂർ സതീഷ്. താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായും തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. വാർഡ് വിഭജന ക്രമക്കേട് പരിഗണിക്കുന്നത് രേഖാമൂലം ലഭിക്കുന്ന പരാതികൾക്ക് മാത്രം. പരിഗണിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ രേഖാമൂലം നൽകണം. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതാപമാക്കാൻ ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുരുന്നുകൾ. പ്രോഗ്രാം കമ്മിറ്റിക്ക് ആവശ്യമായ പേപ്പർ ബാഗ്, ലോട്ട്, വിധികർത്താക്കൾക്കുള്ള ഫയലുകൾ തുടങ്ങിയവയാണ് ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ച് LP വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ബി.ജെ.പി. നേതാക്കൾ നടത്തിയത് രാജ്യദ്രോഹ കുറ്റമെന്ന് തിരൂർ സതീഷ്. താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായും തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കൊടകര കുഴൽപ്പണ കേസിലെ പുനരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണ സംഘത്തിന് തന്റെ കയ്യിലുള്ള തെളിവുകൾ കൈമാറും. അന്ന് താൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നതുകൊണ്ടാണ് അവർ പറഞ്ഞ പ്രകാരം മൊഴി നൽകിയത്. ഇനി താൻ പറയാനുള്ളത് പറയും. ഒത്തുതീർപ്പിന് വന്നവരെ താൻ പറഞ്ഞയച്ചു. ബി.ജെ.പി. നേതാക്കൾ നടത്തിയത് രാജ്യദ്രോഹ കുറ്റം തന്നെയെന്നും അന്വേഷണത്തിൽ പൂർണ്ണമായും പോലീസ് ഉദ്യോഗസ്ഥരോട് സഹകരിക്കുമെന്നും തിരൂർ സതീഷ് പറഞ്ഞു. ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു എന്നുള്ളതല്ല, ആർക്കൊക്കെ എത്രയൊക്കെ വഴിയിൽ കൊടുത്തു എന്നുള്ളത് ധർമ്മരാജൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത് ജില്ലാ ഓഫീസിന്റെ ചുമതലയിൽ ഞാൻ ഉണ്ടായ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ അവിടെ കൊണ്ടുവന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയും. നടത്തിയ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തക്കതായിട്ടുള്ള തെളിവുകൾ കയ്യിലുണ്ടോ? അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തും. അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാനിപ്പോൾ ഈ പറയുമ്പോഴും, അതായത് ഒരു കാര്യം, ഒരു സത്യം ഒരാൾ പറയുമ്പോഴും ഒരാൾ നുണ പറയണതും പൊതുജനങ്ങൾക്ക് കേട്ടാൽ മനസ്സിലായ. പിന്നെ ഇതൊരു ചെറിയൊരു കാര്യമല്ല, ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള കാര്യമാണിത്. ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇത്രയും നാളും അവിടെ ജോലി ചെയ്യുന്ന ഒരാളായ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് പാർട്ടിയുടെ ആളുകളെ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഇപ്പം എനിക്കത് ഞാൻ പറഞ്ഞു സ്വയമായിട്ട്. വാർഡ് വിഭജന ക്രമക്കേട് പരിഗണിക്കുന്നത് രേഖാമൂലം ലഭിക്കുന്ന പരാതികൾക്ക് മാത്രം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ കരട് റിപ്പോർട്ടുകളെ സംബന്ധിച്ച് പ്രതിഷേധ യോഗം കൂടിയാലും വാർത്താക്കുറിപ്പ് ഇറക്കിയാലും സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരാതിയായി പരിഗണിക്കില്ല. പരിഗണിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവ രേഖാമൂലം നൽകണം. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ രജിസ്റ്റേർഡ് തപാലായും ഇവ സമർപ്പിക്കാം. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിലാസം: സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ, കോർപ്പറേഷൻ ബിൽഡിംഗ്, 4ാം നില, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 695033. ഫോൺ നമ്പർ 0471233530. രേഖകളുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം. ഡിസംബർ 3 വരെയാണ് ഇതിനുള്ള സമയം. ചാലക്കുടി പരിയാരം അസീസി ആശ്രമം പള്ളിക്ക് സമീപത്ത് മോട്ടോർ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പരിയാരം തൃപ്പാപ്പള്ളി കവലക്കാടൻ വർഗീസ് മകൻ ഷിൻസനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഷിൻസനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചാലക്കുടി പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ ഷിൻസൻ ചാലക്കുടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കുന്നുംകുളത്ത് ഡിസംബറിൽ നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതാപമാക്കാൻ കൈത്താങ്ങായി ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുരുന്നുകൾ. പ്രോഗ്രാം കമ്മിറ്റിക്ക് ആവശ്യമായ പേപ്പർ ബാഗ്, ലോട്ട്, വിധികർത്താക്കൾക്കുള്ള ഫയലുകൾ തുടങ്ങിയവയാണ് ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ച് സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം LP വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. കബബുൾബുൾ ലീഡേഴ്സും അധ്യാപകരുമായ TV ഹരിത, PY ഷമീറ, EVM ചിഞ്ചു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരു ദിവസം കൊണ്ട് 500 പേപ്പർ ബാഗുകൾ കുട്ടികൾ തയ്യാറാക്കിയത്. LP വിഭാഗത്തിൽ നടന്ന ചടങ്ങിൽ കലോത്സവ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി TV വിനോദ് ബാഗുകൾ ഏറ്റുവാങ്ങി. LP വിഭാഗം പ്രധാനാധ്യാപിക അർച്ചന സുനിൽ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി, എയ്ഡഡ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽമാരായ PK ശ്രീജേഷ്, VB സജിത്, പ്രധാനാധ്യാപകൻ KS കിരൺ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 3, 5, 6, 7 എന്നീ തീയതികളിലാണ് കലോത്സവം. അന്നമനട ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ നവംബർ 30-നകം ഹരിതസഭ നടത്തണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. പറയാം, നമ്മുടെ സ്കൂളുകളിലെയും വീടുകളിലെയും സമൂഹത്തിലെയും മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വിദ്യാർത്ഥികളുടെ പങ്ക് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രദേശത്തും സ്കൂളുകളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ കുറവുകളും അത് രേഖപ്പെടുത്തി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഹരിതസഭ നടത്തുന്നത്. ഈ ഹരിതസഭയിൽ അവതരിപ്പിക്കുന്ന ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളെ നമുക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഈ ഹരിതസഭയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നടപ്പാക്കുന്നത്. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. കെ.എ. ഇക്ബാൽ, സി.കെ. സിജു, ലളിത ദിവാകരൻ, ജോബി ശിവൻ, സൈന തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലെ മാതൃകകളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ കുട്ടികളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഹരിതസഭ നടത്തുന്നത്. ദേശീയപാതയിൽ പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ച് കാർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് പാരിശ്ശേരി മനിക്കശ്ശേരി ചെപ്പപ്പറമ്പിൽ വിഷ്ണുദാസനാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട കാർ എറണാകുളത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ പുറകിലിടിച്ചാണ് അപകടം. ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയ കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിനുള്ളിൽ കുടുങ്ങിയ വിഷ്ണുദാസനെ പുറത്തെടുത്തത്. തുടർന്ന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 10:30യോടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് എറണാകുളം തൃശൂർ ഭാഗത്ത് ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കൊടകര പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇനി നാട്ടിൽ നടന്നത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃപ്രയാർ, മാള, പുതുക്കാട് മേഖലാ കമ്മിറ്റികളെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL മാനേജിംഗ് ഡയറക്ടർ പി.ബി. സുരേഷ് കുമാർ, കെ. സുഭാഷ് ബാബു, പി.ബി. ഷബീർ അലി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. പഴൂക്കര NSLP സ്കൂളിൽ കൊയ്ത്തുത്സവം നടന്നു. സ്കൂൾ അങ്കണത്തിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. മാള AEO KK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇത് വലിയൊരു സ്കൂളിൽ ഞാൻ പോയാൽ വലിയൊരു വേദിയും സദസ്സൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ അവിടെ ചെയ്യുന്ന പ്രവൃത്തിനേക്കാൾ വളരെ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇവിടെ വരുന്നുണ്ട്. കാരണം കൊച്ചുകുട്ടികൾ അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ ഇവിടെ കൂട്ടത്തോടെ വന്നേക്കണം. പിന്നെ ഈ കൃഷി ഇവരിങ്ങനെ നോക്കി നടത്തി നനച്ച് നട്ട് വളർത്തി അത് കൊയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇവരുള്ളോടത്താണ് ഇത് നടക്കണത്. എന്നാലോചിച്ച് നോക്കണേ, അങ്ങോട്ട് പോകുമ്പോൾ ഒരു കട പിടിച്ച് വലിച്ച് അല്ലെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് അങ്ങനെയൊന്നും ഇല്ലാതെ നോക്കി നട്ട് വളർത്തി പരിപാലിച്ച് അതിൻ്റെ ഒരു സമർപ്പണമാണ് ഇപ്പോൾ ഇനി നടക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ടീച്ചർ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞു, കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയുന്നു നിർബന്ധമായിട്ടും. വാർഡ് മെമ്പർ ജിജു മാടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സന്ധ്യ രാമചന്ദ്രൻ, മാനേജർ ഡോക്ടർ സന്തോഷ് കുമാർ, മാള BBC ഡോക്ടർ P. ലിജു, PT പ്രസിഡന്റ് PV രാജീവ്, രഞ്ജിത്ത് അമ്പഴക്കാട് എന്നിവർ സംസാരിച്ചു. നെൽകൃഷി കൂടാതെ പച്ചക്കറികളും കുട്ടികൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കർഷകരുടെ വേഷം ധരിച്ചെത്തിയ കുട്ടികൾ നൃത്തം അവതരിപ്പിച്ചത് കൗതുകമായി. ഷൈൻ ഷിൻഡോ റിയോ കരാട്ടെ അക്കാദമിയുടെ 1ാമത് സ്കൂൾ ലെവൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നായി 500-ൽ പരം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പ് MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, ഷൈജൻ പല്ലിശ്ശേരി, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G. പത്മനാഭസ്വാമി, PB പ്രശാന്ത് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 60 ലക്ഷം രൂപ ചെലവിൽ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നപ്പള്ളി റോഡിൽ ദേവരാജഗിരിയിൽ നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണം വകയിരുത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS പ്രിൻസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PO പോളി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദിര പ്രകാശൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PB ബാബു, PK ബാസി എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് പരിധിക്കുള്ളിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും ഹരിതസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും ഹരിതകർമ്മ സേനാംഗങ്ങൾ, മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട റിസോഴ്സ് പേഴ്സൺമാരും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റു ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 250-ൽ അധികം പേർ ഹരിതസഭയിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം ഹരിതസഭ പൂർണ്ണമായും നടത്തിയത് കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 പേരായിരുന്നു. എല്ലാ സ്കൂളിൽ നിന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച റിപ്പോർട്ട് കുട്ടികൾ തന്നെ അവതരിപ്പിച്ചു. കുട്ടികൾ ഉന്നയിച്ച സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉദാഹരണ സഹിതമുള്ള വിശദമായ മറുപടി ഹരിതകർമ്മസേനയും മറ്റു ഉദ്യോഗസ്ഥരും നൽകി. തുടർന്ന് ഓരോ സ്കൂളിൽ നിന്നും മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട കവിതകളും സ്കിറ്റുകളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പങ്കെടുത്ത എല്ലാ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന കവുങ്ങിൻ തൈ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം PH ബാബു, കൃഷി ഓഫീസർ ഡോക്ടർ PC സജന, കൃഷി അസിസ്റ്റന്റ്മാരായ വിപിൻ കുമാർ, VC സിജി, M വിനീത, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ സന്നിഹിതരായിരുന്നു. പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന ദിശ ഹയർ സ്റ്റഡി എക്സ്പോ ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ്, +1, +2 വിദ്യാർത്ഥികൾക്കായാണ് ദിശ ഹയർ സ്റ്റഡി എക്സ്പോ ആരംഭിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർ KT സന്ധ്യാദേവി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷയായി. എക്സ്പോയിൽ സർക്കാർ എയ്ഡഡ് മേഖലകളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കരിയർ സ്റ്റാളുകൾ, കരിയർ സെമിനാർ, ഡാറ്റ, അഭിരുചി പരീക്ഷ, വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്സ്പോ ഞായറാഴ്ച സമാപിക്കും. ചാലക്കുടി നഗരസഭ നടുവം കവികൾ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച കലാഭവൻ മണി സ്മാരക പാർക്കിൽ നടുവം കാവ്യോത്സവം നടത്തുമെന്ന് നഗരസഭ ചെയർമാൻ എബി ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം വൈകിട്ട് 4-ന് MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും. കവി സച്ചിദാനന്ദൻ പുഴങ്കര കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണത്തിലും കാവ്യാർച്ചനയിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായവർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനായി അർഹത നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇസ്ഹാഖ് പുഴങ്കരയിലത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ, MS സുജിത്, ഡോക്ടർ റിസ്ബിൻ, ICDS സൂപ്പർവൈസർ KR വൈദേഹി, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേഷൻ അഞ്ജു സരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 30ഓളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. BJP നേതാക്കൾ നടത്തിയത് രാജ്യദ്രോഹ കുറ്റമെന്ന് തിരൂർ സതീഷ്. താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായും തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. വാർഡ് വിഭജന ക്രമക്കേട് പരിഗണിക്കുന്നത് രേഖാമൂലം ലഭിക്കുന്ന പരാതികൾക്ക് മാത്രം. പരിഗണിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ രേഖാമൂലം നൽകണം.
തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതാഭമാക്കാൻ ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുരുന്നുകൾ. പ്രോഗ്രാം കമ്മിറ്റിക്ക് ആവശ്യമായ പേപ്പർ ബാഗ്, ലോട്ട്, വിധികർത്താക്കൾക്കുള്ള ഫയലുകൾ തുടങ്ങിയവയാണ് ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ച് LP വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.